ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് വളരെയധികം താഴെ പോയത് നാം കണ്ടു. നിഫ്റ്റി 150 പോയിൻ്റ് വരെ താഴെ പോയിട്ടുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി, ഫിനാൻഷ്യൽ IT സെക്ടറുകൾ വളരെയധികം സെല്ലിംഗ് ആണ് നടന്നത്. സെൻസെക്സ് 570 പോയിൻ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആട്ടോ, FMCG സെക്ടറുകൾ ചെറിയ ബൈയിങ് സപ്പോർട്ട് കണ്ടുവെങ്കിലും അതിന് മൊത്തത്തിലുള്ള സെൻറ്റിമെൻറ്റ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ജൂലൈ മാസത്തിൽ വിദേശ നിക്ഷേപകർ 5500 കോടി രൂപ വിറ്റഴിച്ചിട്ടുണ്ട്. വളരെ കൂടുതൽ തന്നെയാണ്. 2025 83,000 കോടി വിൽപ്പനയാണ് നടന്നത്. അത് വളരെ കൂടിയ ഒന്ന് തന്നെയാണ്. അത് മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡിന് കാരണം ഇവയെല്ലാമാണ്. അതേസമയം ആഭ്യന്തര നിക്ഷേപകർ ചെറിയ രീതിയിൽ ബൈയിങ് നടത്തുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് മുഴുവൻ മാർക്കറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നില്ല. ഇപ്പോൾ ട്രേഡർമാരുടെ മനസ്സ് ഒരു ഷോർട്ട് സെല്ലിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 21 ജൂലൈ തിങ്കളാഴ്ചത്തേക്കുള്ള ഷോർട്ട് സെല്ലിംഗ് സ്റ്റോക്കുകളിലേക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായി ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് വളരെയധികം ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ചെറിയ റിക്കവറി കണ്ടെങ്കിലും പിന്നെ ഡൗൺ സൈഡിലേക്ക് പോവുകയാണ്. ബാങ്കിങ് മേഖലയിലെ ശക്തമായ വിൽപ്പനയാണ് ഇതിനൊരു കാരണം. നേരത്തെ പറഞ്ഞ പോലെ വിദേശ നിക്ഷേപകർ വളരെയധികം സ്റ്റോക്കുകൾ വിറ്റഴിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമതായി HDFC ലൈഫ് ആണ്. HDFC ലൈഫ് ഇൻഷുറൻസ് മേഖലയിലെ തുടർച്ചയായ ദുർബലത കാണുന്നുണ്ട്. ഡൗൺ ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് എന്ന് നമുക്ക് ഒറ്റ നോട്ടിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മൂന്നാമതായി BEL ആണ്. BEL വളരെ ഒരു സെല്ലിംഗ് ആണ് വളരെയധികം സെല്ലിംഗ് ആണ് കണ്ടത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ഓരോ സെല്ലിങ്ങിലും ഡൗൺ ട്രെൻഡിലും അവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതുകൊണ്ട് കൂടുതൽ ഡൗണിലേക്ക് തന്നെയാണ് പോകുന്നത് സ്റ്റോക്ക്. നാലാമതായി ഭാരതി എയർടെൽ ആണ്. ടെലികോം മേഖലയിലെ വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയാണ് ഇതിന് ഒരു കാരണം. അഞ്ചാമതായി ശ്രീറാം ഫിനാൻസ് ആണ്. കാരണം സ്റ്റോക്ക് തുടർച്ചയായി ഡൗൺ ട്രെൻഡിലാണ് എന്ന് തന്നെയാണ് അതിനുള്ള കാരണം. ഇനി നാളത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നോക്കാം. നാളെ തിങ്കളാഴ്ച US മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആകാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ട്രെൻഡ് ഇപ്പോഴും ഡൗൺ തന്നെയാണ്. നിഫ്റ്റി സപ്പോർട്ട് ഇനി 24,900 ആണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി 53,500 ആണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇനിയും വളരെ ഒരു വലിയ ഡൗൺ ട്രെൻഡ് മേഖലയിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പം നാളത്തേക്കുള്ള സ്റ്റോക്കുകൾ ആക്സിസ് ബാങ്ക്, HDFC ലൈഫ്, BEL, ഭാരതി എയർടെൽ, ശ്രീറാം ഫിനാൻസ്. ഇത് ഷോർട്ട് സെല്ലിലെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നാളെ തിങ്കളാഴ്ച 21-ാം തീയതി വൈകുന്നേരം അടുത്ത അപ്ഡേറ്റ്സുമായി വരുന്നതായിരിക്കും. ഏവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.